ഹലോ ഓൾ, ഈ വർഷത്തെ JEE സെഷൻ 1 ഓൾറെഡി നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് വന്ന സമയത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻസും അതുപോലെ മിസ്റ്റേക്കുകളൊക്കെ പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അത് അപ്പീൽ ചെയ്തു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ആയിരിക്കുകയാണ്. ഇതിലിനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചലഞ്ച് ചെയ്യാനൊന്നും കഴിയില്ല. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ട് എനിക്ക് വലിയൊരു കറക്ഷൻ എല്ലാവരോടും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആക്ച്വലി പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ 2024 വരെ ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ മാർക്ക് ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2025 നമ്മുടെ JEE മെയിൻ്റെ പ്രോസ്പെക്ടസിൽ ആക്ച്വലി അത് റൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്യണം എല്ലാവരോടും. അതായത് ഏത് ക്വസ്റ്റ്യൻ ആവട്ടെ, MCQ ആവട്ടെ, ന്യൂമറിക്കൽ ആവട്ടെ, ഫോർ എനി ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്താൽ ആ പേപ്പർ എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലൊന്നും എന്താണ്, എല്ലാവർക്കും അതിൻ്റെ മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് 2025 ബ്രോഷറിലുള്ള റൂള്. അതൊന്നും എല്ലാവരും നോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ പറയുന്ന ഫൈനൽ ആൻസർ കീ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 13 ക്വസ്റ്റ്യൻസിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 18-19 അറൗണ്ട് ഒരു 18 or 19 ക്വസ്റ്റ്യൻസിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 13 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫെയർ ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ചെയ്തിട്ടില്ല എന്നൊക്കെ കംപ്ലയിൻറ്റുകൾ അവിടെ നിന്നൊക്കെ ഉണ്ട്. എന്നാലും ഇതാണ് ഫൈനൽ ആൻസർ കീ. ഇനി നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. 6 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഈ 6 ക്വസ്റ്റ്യൻ്റെ മാർക്കും എന്ത് ചെയ്യും, എഴുതാത്തവർക്കും എഴുതിയവർക്കും റെസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഓക്കെ എല്ലാവർക്കും ഇത് മാർക്കുകൾ ബോണസ് ആയിട്ട് കിട്ടും. ഇത് പല ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച്ഡ് ഫോർ 2 ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ വാല്യൂ 2 എണ്ണത്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് എസ്പെഷ്യലി ഒന്ന് ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ 77 എന്ന് പറയുന്നത് 7700 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ NATയിൽ ആൻസർ മാറ്റിയ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ കീ ചേഞ്ച്ഡ് ഫോർ 4 MCQs. 4 എണ്ണത്തിൻ്റെ ആൻസർ കീയിൽ മാറ്റം വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ കീസ് കറക്റ്റ് ഫോർ 1 MCQ. അങ്ങനെ ടോട്ടൽ 13 ചോദ്യത്തിലാണ് ഈ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതിൽ 6 എണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തു. ന്യൂമറിക്കലിൻ്റെ ആൻസർ 2 എണ്ണത്തിൽ മാറ്റിയിട്ടുണ്ട്. MCQs 4 എണ്ണം ആൻസർ കീ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഒരു MCQയിൽ 2 എണ്ണം കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർക്കുക, ഈ 6 ക്വസ്റ്റ്യൻ ഏതൊക്കെ ഷിഫ്റ്റിലാണോ സംഭവിച്ചത് അവർക്കൊക്കെ അതിൻ്റെ മാർക്ക് എല്ലാവർക്കും കിട്ടും. ഇനി ഇതാണ് ഒഫീഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് വൈസ് ആയി വന്നിട്ടുള്ള ചേഞ്ചസ്. 22 ഷിഫ്റ്റ് 2 ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തു. 23 ഷിഫ്റ്റ് 1 ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തു. 28 ഷിഫ്റ്റ് 1 ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 4 ഉള്ളത് 0 ആക്കിയിട്ടുണ്ട് ആൻസർ. അതുപോലെ തന്നെ അതേ ഷിഫ്റ്റിൽ തന്നെ 2 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണത്തിൻ്റെ ആൻസർ കീ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് മാറ്റി. മൾട്ടിപ്പിൾ കീസ് ആർ കറക്റ്റ് എന്ന് പറയുന്നതും ആ ഷിഫ്റ്റിലാണ് വന്നത്. പിന്നെ 28 ഷിഫ്റ്റ് 2 ഒന്ന് ഓപ്ഷൻ മാറ്റിയിട്ടുണ്ട്, പിന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തു. 29 ഷിഫ്റ്റ് 1 എടുക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് കാണാം, ഒരു ഓപ്ഷൻ കീ ചേഞ്ച് കാണാം. അതുപോലെ 29S2 ലാസ്റ്റ് എക്സാമിൽ 4 ക്വസ്റ്റ്യൻസിലാണ് മാറ്റം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ 7700 ആണ് കറക്റ്റ് ആൻസർ. 2 എണ്ണം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ കീ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചേഞ്ചസ് ആണ് ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ഒരു അപ്ഡേറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫൈനലി ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് റിസൾട്ടാണ്, വേറെ ഒന്നുമില്ല. ആൻസർ കീ വന്നു കഴിഞ്ഞാൽ, ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ഇന്നോ നാളെയോ, മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ഇന്ന് രാത്രിയാവാം അല്ലെങ്കിൽ നാളെ രാത്രിയാവാം, വെരി സൂൺ എന്ത് വരും, നമ്മുടെ JEE മെയിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അതിനുവേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഞാൻ മുന്നേ തന്നെ നിങ്ങളോട് സംസാരിച്ചതാണ്, റിസൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും പലരും പല മൈൻഡ് സെറ്റിലാണ് ഉണ്ടാവുക. ചിലരൊക്കെ എക്സൈറ്റഡ് ആണ്, ഏകദേശം മാർക്ക് കൂട്ടിയപ്പോൾ നല്ല മാർക്കുണ്ട്, മാർക്ക് കുറഞ്ഞവരുണ്ട്, പ്രതീക്ഷത്തിൽ നിന്ന് താഴെ പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലാണ് എല്ലാവരും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ റിസൾട്ടിന് വേണ്ടി എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് കാത്തിരിക്കുക. നമ്മുടെ ഒരു സ്റ്റാറ്റസ്, നമ്മുടെ മിസ്റ്റേക്കുകളെല്ലാം പറഞ്ഞു തരുന്നത് റിസൾട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ എക്സാം എഴുതുന്നതും അതിൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതും അൾട്ടിമേറ്റ്ലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ ആ ഒരു റിസൾട്ട് മാത്രം അബ്സല്യൂട്ട്ലി നമ്മൾ നോക്കിക്കൊണ്ട് വിഷമിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഇതുപോലുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, നേടിയെടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ കറക്ഷൻ എല്ലാവരും മനസ്സിൽ വെക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ആയാലും MCQ ആയാലും ഒക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എല്ലാവർക്കും മാർക്ക് കിട്ടും. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആക്ച്വലി അത് തെറ്റിപ്പോയതാണ്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. സോ ഓൾ ദ ബെസ്റ്റ്. വരാൻ പോകുന്ന റിസൾട്ടിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു.